ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. ഒരൊറ്റ വർഷം കൊണ്ട് മലയാള സിനിമ ഇൻഡസ്ട്രിക്ക് വിലപിടിപ്പുള്ള നടനായി മാറിയ ആസിഫ് അലിയുടെ വരാനിരിക്കുന്ന 4 സിനിമകളുടെ ഷൂട്ടിംഗ് അപ്ഡേറ്റുകളാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ആസിഫ് ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് ചിത്തു ജോസഫ് സംവിധാനം ചെയ്ത ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന മിറാഷ് എന്ന സിനിമയിലാണ്. ചിത്രത്തിന്റെ ചിത്രീകരണം നിലവിൽ കോയമ്പത്തൂരിൽ നടക്കുകയാണ്. തമിഴ്നാട്ടിലെ വിവിധ ഭാഗങ്ങളിലെ ചിത്രീകരണം തുടർന്നുകൊണ്ടിരിക്കുന്ന സിനിമയുടെ മുഴുവൻ ചിത്രീകരണം മാർച്ച് മാസം പൂർത്തിയാകുന്നതാണ്. ശേഷം ആസിഫ് അഭിനയിക്കുക അദ്ദേഹത്തിന്റെ കരിയറിലെ വലിയ സിനിമ കൂടിയായ പാൻ ഇന്ത്യൻ സിനിമ ടിക്കി ടാക്ക എന്ന സിനിമയിലായിരിക്കും. മാർച്ച് മാസം പകുതിയോടെ സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിക്കും. ഏപ്രിൽ മാസം ആദ്യ ആഴ്ചയോടെ ആസിഫ് സിനിമയിലേക്ക് ജോയിൻ ചെയ്യുമെന്നാണ് ഏറ്റവും പുതുതായിട്ട് പുറത്തുവരുന്ന വിവരം. കുറച്ചധികം ഷൂട്ടിംഗ് ഡേയ്സ് ഉള്ള ആസിഫിന്റെ സിനിമ കൂടിയാണ് ടിക്കി ടാക്ക. ആ സിനിമ കഴിഞ്ഞാൽ ആസിഫ് 2 സിനിമകളിലായിരിക്കും, 2 സംവിധായകരുടെ സിനിമകളിലായിരിക്കും തുടർന്ന് അഭിനയിക്കുക. അതിൽ ഒരാൾ മാത്തുക്കുട്ടി സേവ്യർ ആണെങ്കിൽ മറ്റൊന്ന് തരുൺ മൂർത്തിയാണ് എന്നൊരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. ഈ പറഞ്ഞ 2 സിനിമകളുടെയും ഷൂട്ട് ഈ വർഷം തന്നെ തുടങ്ങി വെക്കും. ഇതിൽ മാത്തുക്കുട്ടി സേവ്യർ ഹെലൻ എന്ന സിനിമയുടെ സംവിധായകൻ സംവിധാനം ചെയ്യുന്ന സിനിമയിൽ കുഞ്ചാക്കോ ബോബൻ കൂടി ആസിഫിനോടൊപ്പം അഭിനയിക്കുന്നൊരു റിപ്പോർട്ട് കൂടി അവസാനമായിട്ട് പുറത്തു വന്നിരിക്കുകയാണ്. അപ്പോൾ കാത്തിരിക്കാം ആസിഫ് സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾ കേട്ടാം. പൃഥ്വിരാജിന്റെ ഇപ്പോൾ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സിനിമയാണല്ലോ വിലായത്ത് ബുദ്ധ. അവസാനഘട്ട ചിത്രീകരണത്തിലേക്ക് കടക്കുന്ന സിനിമയിലേക്ക് അൻപരിവ് മാസ്റ്റേഴ്സ് ജോയിൻ ചെയ്തിരിക്കുന്നു എന്നൊരു റിപ്പോർട്ട് അവസാനമായിട്ട് വന്നിരിക്കുകയാണ്. മാർച്ച് ആദ്യ ആഴ്ചയോടെ സിനിമ പാക്കപ്പ് ആകുമെന്നാണ് അവസാനമായിട്ട് പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട്. മോളിവുഡിൽ നിന്നും വാലന്റൈൻ ആഴ്ച പ്രമാണിച്ച വാലന്റൈൻ ദിനത്തിൽ 3 മലയാളം സിനിമകൾ പ്രതീക്ഷ വയ്ക്കാവുന്ന സിനിമകൾ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. അതിൽ ഒന്നാമത്തെ സിനിമ ബ്രോമാൻസ് എന്ന സിനിമയാണ്. ഈ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമകളിൽ ഏറ്റവും മികച്ച പ്രീ റിലീസ് കണ്ടന്റ് കാണാൻ കഴിഞ്ഞ സിനിമ കൂടിയാണ് ബ്രോമാൻസ്. അതിനുശേഷം കൂടുതൽ പ്രേക്ഷകർക്ക് പ്രതീക്ഷയുള്ള സിനിമ എന്ന് മനസ്സിലാക്കുന്ന സിനിമ പൈങ്കളിയാണ്. സച്ചിൻ ഗോപു, അനുഷർ രാജൻ തുടങ്ങിയവർ സിനിമയിൽ അഭിനയിക്കുന്നു. ശേഷമുള്ള 3ാമത്തെ സിനിമ ദാവീദ് എന്ന ആന്റണി വർഗീസ് സിനിമയാണ്. ഈ പറഞ്ഞ 3 സിനിമകളും ഫെബ്രുവരി 14-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തുന്നു. സിനിമകളുടെ ബുക്കിംഗും ഇന്ന് ആരംഭിക്കപ്പെട്ടിരിക്കുകയാണ്. 100 കോടിയിലേറെ കളക്ഷൻ നേടിയെടുത്ത ടൊവിനോ നായകനെത്തിയ ARM എന്ന സിനിമയുടെ സക്സസ് സെലിബ്രേഷൻ ജനുവരി അവസാനത്തോടെയായിരുന്നല്ലോ നടന്നത്. ARM എന്ന 3D സിനിമയിൽ ലാലേട്ടൻ ശബ്ദമായിട്ട് കൂടി എത്തിയിരുന്നല്ലോ. ഇപ്പോഴത്തെ ലാലേട്ടന് മൊമെന്റോ സമ്മാനിച്ചിരിക്കുകയാണ്. ARMന്റെ സംവിധായകനും നിർമ്മാതാവും ഉൾപ്പെടെയുള്ള അണിയറ പ്രവർത്തകർ. ഇതിനിടയിൽ ജിതിൻ ലാൽ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നത് പ്രകാരം മനസ്സിലാക്കുകയാണെങ്കിൽ ലാലേട്ടന് മൊത്തമുള്ള സിനിമയും ഭാവിയിൽ സംഭവിക്കാമെന്ന് തന്നെയാണ്. സമീപകാലത്ത് ലാലേട്ടൻ നായകനെ എത്തുന്ന ജിതിൻ ലാൽ സിനിമയെക്കുറിച്ചുള്ള റൂമേഴ്സ് എല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു. ലാലേട്ടന്റെ കടുത്ത ആരാധകൻ കൂടിയായ ജിതിൻ ലാൽ ഒപ്പം തന്നെ ലാലേട്ടൻ കോംബോ ഭാവിയിൽ ഒരുമിക്കുന്നത് കാണുവാനായിട്ട് നമുക്ക് കാത്തിരിക്കാം.